ഹലോ. അപ്പം ഞങ്ങളിതാ എൻ്റെ നാട്ടിലേക്ക് പോവാണ്. പട്ടാമ്പി മരുദൂരാട്ടോ എൻ്റെ വീട്. അങ്ങനെ ഞങ്ങളിതാ പട്ടാമ്പിക്ക് എത്തി. പട്ടാമ്പിൽ നിന്ന് ചെർപ്പശ്ശേരി ബസ്സിൽ കയറണം. ഇത് കരിമ്പുള്ളി മരുദൂർ എത്തുന്നതിന് മുന്നുള്ള കരിമ്പുള്ളി വഴിയാണ് കേട്ടോ. അങ്ങനെ ഈ വഴി പോയാൽ അതാ നേരെ മരുദൂർ സ്റ്റോപ്പിലേക്ക് എത്തും. അങ്ങനെ ഞങ്ങൾ മരുദൂരെത്തി നേരെ ഇതാ കാവിലേക്കാട്ടോ പോയത്. വയലിരിക്കാവ് എന്നാണ് കേട്ടോ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. എൻ്റെ നാട്ടിലെ ക്ഷേത്രമാണ്. പിന്നെ അമ്പലം ഇതാ പണി നടന്നുകൊണ്ടിരിക്കുക. അമ്പലം പൊളിച്ചെറുക്കുകയായിരുന്നു. ഇപ്പോൾ അത് പണി നടന്ന് ഏകദേശം പണിയൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തൊഴുതിന് ശേഷം പിന്നെ നമ്മൾ അപ്പോൾ തൊട്ടപ്പുറത്ത് ചെന്തോട്ടുകാവ് ഉണ്ട്. ചെന്തോട്ടുകാവ് പോയി തൊഴണം. അപ്പോൾ ഇതാട്ട ചെന്തോട്ടുകാവ്. തൊട്ടപ്പുറത്ത് ക്ഷേത്രക്കുളം ഉണ്ട്. ഇതാണ് ക്ഷേത്രക്കുളം. നല്ല അടിപൊളി കുളമാണ്. നല്ല ഭംഗിയാട്ട കാണാൻ. അപ്പോൾ ഇതാ ചന്തുട്ടൻ പറയുന്നുണ്ട് അമ്മ അവിടെ കുറച്ച് മാങ്ങ നിൽക്കട്ടെ, ഒരു മാങ്ങ പൊട്ടിക്കാമോ എന്ന്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു മാങ്ങ പൊട്ടിച്ചിട്ടോ. അതേ കിട്ടണുള്ളൂ. ബാക്കിയൊക്കെ താഴത്താണ്. താഴത്തെ തോടാണ്, ചെറിയ തോടാണ്. അപ്പോൾ പിന്നെ അവിടെ ഇറങ്ങിയ മേലേക്ക് എത്തില്ല. അങ്ങനെ ഞങ്ങൾ ആ കുളത്തിൻ്റെ മേലെ തന്നെ ആ സ്റ്റെപ്പിൽ നിന്ന് കയറിയിട്ട് ഒരു മാങ്ങ പൊട്ടിച്ചു. ഞങ്ങളിതാ തിരിച്ച് പോരുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങളിതാ മരുദൂർ സെൻട്രലിലേക്ക് എത്താറായി. അപ്പോൾ ഈ വഴിയാട്ടോ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ. ഇതിൻ്റെ അച്ഛനാണ്. തൊട്ടപ്പുറത്ത് കുട്ടിച്ചൻ്റെ വീട്, പുതിയ വീട് കയറിയതാട്ടോ. ഇത് പിന്നിലെ അമ്മായിയുടെ വീടാണ്. ഞങ്ങളിപ്പോൾ വീട് പകുതി പൊളിക്കേണ്ടി വന്നു വീട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഈ ലെവലിലാണ് വീട്. പിന്നെ അപ്പോൾ ഉച്ചക്കായപ്പോൾ ഞങ്ങളവിടെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബിരിയാണി കഴിച്ചു. അപ്പോഴേക്കും ഇതാ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മയുടെ ഒപ്പം ഊണ് കഴിക്കായിരുന്നുള്ളൂ. എപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ എനിക്ക് അമ്മയുടെ ഒപ്പം ഊണ് കഴിക്കണം കേട്ടോ. അതൊരു സന്തോഷമാണ്. പിന്നെ ഇത് കുട്ടിച്ചൻ്റെ വീട് ഞാൻ പറഞ്ഞില്ല. പിന്നിൽ അമ്മയുടെ വീട്, തൊട്ടപ്പുറത്ത് തറവാടാണ്. എല്ലാവരും പാടെ അതിലായിരുന്നു ആദ്യം. പിന്നെ ഇപ്പോൾ വേറെ വീട് വെച്ചു. അപ്പോഴേക്കും ഇതാ പിള്ളേർ ഇവിടെ അടിച്ച് പൊടിക്കൽ തുടങ്ങി. ഇവിടെ നിന്നൊരു കാളുണ്ട് കേട്ടോ. പിന്നെ ബാക്കി കളടി പെട്ടെന്ന് വരും. പിന്നെ കുറേ ദേശത്തു നിന്ന് കാളകൾ വരാറുണ്ട് ക്ഷേത്രത്തിലേക്ക്. അപ്പം നമുക്ക് പൂരം കാണാം. ഞങ്ങളെന്തായാലും വൈകുന്നേരം ആവും കാവിലേക്ക് പോകാൻ. ഈ വഴി കളടിപ്പറ്റുന്ന കാളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാവിലേക്ക് എത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ കാവിലേക്ക് എത്തിയിട്ടോ. അപ്പം എന്നാൽ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.